ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 4 വഴികൾ നോക്കിയാലോ. ഫസ്റ്റ് വഴിയാണ് ഫിസിക്കൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിൻ ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറി ആയിട്ട് വാങ്ങാം. ഇങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. ഗോൾഡ് കോയിൻ ആണെങ്കിൽ 2% ഒക്കെ വരുന്നുണ്ടാവുള്ളൂ, പക്ഷേ ജ്വല്ലറി ആണെങ്കിൽ എൻ്റെ മുകളിൽ വരും 20% വരെയൊക്കെ പോകാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് 3% GST, അതേസമയം നിങ്ങൾ ലോക്കറിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ലോക്കറിന്റെ ചാർജ് വരുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 1000 to 2000 രൂപയായിരിക്കും പെർ ഇയർ വരെ ലോക്കറിന്റെ ചാർജ്. നെക്സ്റ്റ് വഴിയാണ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാം. പല പ്ലാറ്റ്ഫോംസും ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോഴും 3% GST കൊടുക്കണം. അതുകൂടാതെ ഒരു ബൈ സെൽ സ്പ്രെഡ് ഉണ്ടാവുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ വിൽക്കുകയാണെങ്കിലും ഒരു 2 to 6% നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് കാര്യം, ഡിജിറ്റൽ ഗോൾഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്കാമോ ഫ്രോഡോ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ട്രബിൾ ആവും. മൂന്നാമത്തെ ഓപ്ഷനാണ് ഗോൾഡ് ETF അഥവാ മ്യൂച്വൽ ഫണ്ട്. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 0.4 to 0.6% ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള എക്സ്പെൻസ് റേഷ്യോ. മാത്രമല്ല ഗോൾഡ് ETF ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ എല്ലാം ആക്ച്വൽ ഗോൾഡ് വാങ്ങി സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സെബി ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് വഴിയാണ് സോവറിൻ ഗോൾഡ് ബോൺസ്. ഇതിൽ ബേസിക്കലി നിങ്ങൾ ഗവൺമെന്റ് ഒരു ലോൺ കൊടുക്കുകയാണ്. ആ ലോൺ 8 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. സോ 8 വർഷം ലോക്കിൻ ഉണ്ടാവുന്നതായിരിക്കും. ഈ ലോൺ നിങ്ങൾ കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒന്ന് 2.5% എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല 8 വർഷം കഴിയുമ്പോൾ ഗോൾഡിന്റെ പ്രൈസിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടോ അത്രത്തോളം റിട്ടേൺസും കിട്ടുന്നതായിരിക്കും. ആ ഒരു എമൗണ്ടിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത്രയും വഴികളാണ് ഗോൾഡ് വാങ്ങാനുള്ളത്. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏത് ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.